ഹായ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ വന്ന് നിന്ന് അമ്മേന്റെ വക നമുക്കിന്ന് വെറൈറ്റി ഫുഡാക്കാൻ. അമ്മ ഇത് ആട്ടിറച്ചിയല്ല, ഇത് വെറും എള്ളില് അമ്മ ഒരു സൂപ്പാക്കി കൊടുക്കും അത്രേ. പിന്നെ ചിക്കനും ബസലയും ഇട്ടിട്ട് പണ്ട് കാലത്തിലാക്കിയ ഒരു കറിയാക്കി തരാ പറഞ്ഞ്. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ കുക്കിംഗ്, അമ്മേൻ്റെ കൈരുചി, അപ്പം നല്ല വെറൈറ്റി ആയിട്ട് ആക്കി തമ്മ. പുറത്ത് ഭയങ്കര മയും ആടിൻ്റെ എല്ലിൻ്റെ സൂപ്പും ഞങ്ങളെല്ലാം ഇപ്പോൾ റെഡിയാക്കി വെച്ചിന്. ഇത് ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, പിന്നെ ഇത് ജീരകം, ചെറിയ ജീരകം, ഇത് സോമ്പു. ഇത് എന്തിനില്ലതമ്മ? സൂപ്പുക്കല്ലപ്പാ, സൂപ്പുക്ക് റെഡി ആക്കണത്രേ. ഇപ്പോൾ ബസലയും ഇത് ഇറച്ചിയും ഇട്ടിട്ട്. അപ്പോൾ നമ്മളുടെ ബസലക്കറിക്ക് ചിക്കൻ റെഡി ആയിന്, ബസല ക്ലീൻ ആക്കിന്, ഇവിടെ ഉള്ളി തക്കാളി എല്ലാം മുറിച്ച് വെച്ചിന്. പിന്നെ ഇവിടെ അതൊക്കെ കൂട്ടാനില്ല മസാല എടുത്ത് വെച്ചിന്. പിന്നെ നമുക്ക് ഈ ആടിന്റെ എള്ളിന്റെ സൂപ്പ് കാട്ടുന്നത് വേണ്ട, അന്ന് നമ്മൾ ഇട്ടിന് അതേ മെത്തേഡ്. അന്ന് കാലുണ്ടായി, ഇന്ന് എള്ളുണ്ട്. ബസല ചിക്കൻ. അപ്പൊ നമ്മള് അടുക്കള പണിയെടുക്കൽ ഇവിടെ നിന്നല്ല, നമ്മളുടെ പഴയ ഗുജിരി അടുക്കളയിൽ തന്നെ. ഇതിന്റെ പണിയൊന്നും ഇഞ്ഞു തീർന്നിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ അടുക്കളക്ക് പോയിട്ട് അമ്മ എങ്ങനെ ആക്കണ്ടെന്നില്ല കാണാം. എണ്ണ ഒഴിച്ചിട്ടായി. അടുത്തത് ഇതെല്ലാം ഇടാം നമുക്ക്. ചെറിയ ജീരകം, വലിയ ജീരകം. സാധാരണ ചിക്കൻ കറി ആക്കുന്ന പോലെ ഇത് ബസല കൂട്ടലേക്ക് അല്ലേ? അപ്പോൾ കുറേ ദിവസത്തിൻ്റെ ശേഷം അമ്മ ഒരു എന്ത് ചിക്കനമ്മ? ബസല ചിക്കൻ നല്ലതായിട്ട് ഒരു ഡിഷാക്കിയോണ്ട്. പുറത്ത് ഭയങ്കര മഴ വന്നുകൊണ്ട് നമ്മ കുറച്ച് ഉപ്പ് ഇടാം. ഓക്കെ. ഉള്ളി മുക്കാൻ ഉപ്പ് ഇട്ട് ഉള്ളിൻ്റെ കൂടെ പച്ചമുളകും ഇട്ടിരുന്നു. പച്ചമുളക് എന്താ മുരിങ്ങക്കുണ്ടങ്ങനുണ്ട്? വലിയ പച്ചമുളകല്ലപ്പാ. അതിനെ ഉള്ളി മൂത്തിന് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഓക്കെ. തക്കാളി ഇടല്ലേ? കളർ തക്കാളി. പച്ചമുളക് ഭയങ്കര നീലായി പോയമ്മ. അത് 2 കഷ്ണമാക്കണല്ലേപ്പാ. അപ്പൊ ഉള്ളി മൂത്തിട്ട് അമ്മ തക്കാളി ഇട്ടിന്. എന്താ ഇട്ടുണ്ടല്ലേ അമ്മ? അപ്പൊ നമുക്ക് മല്ലിച്ചപ്പ് ഇടാല്ലേ? മല്ലിച്ചപ്പ്, കറിവേപ്പില ഇട്ട് കൊടുക്കണേ. അമ്മ മസാല എല്ലാം കൂട്ടിട്ടായിന്. അതെപ്പാ, നീ അങ്ങോട്ട് പോയിട്ടുണ്ടായല്ലേ? അന്നേരമാണ് മസാല എല്ലാം. എന്തെല്ലാം ഇട്ട്? ചിക്കൻ മസാല ഇട്ടിന്, കാശ്മീർ ചില്ലി ഇട്ടിന്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ടിന്. അപ്പൊ ഇത് നല്ല മൂക്കണോ? മൂത്ത് ഇനി നമുക്ക് ഇറച്ചി ഇടായി അല്ലേ? ഇറച്ചിന്റെ നമുക്ക് ഇത് മൂത്തുപ്പ. നമുക്ക് ചിക്കനും ബസലയും ഒന്നിച്ചിട്ട് ഇടാം. ചിക്കനെല്ലാം നല്ല മിക്സ് ആക്കിന്നല്ലേ? അതെപ്പാ, അതെല്ലാം മിക്സ് ആക്കി ഇപ്പൊ ഈ ബസല കഴുകി വെച്ചത് നമുക്ക് ഇടാം. ബസല ചിക്കൻ, ബസലയും ചിക്കനും നോക്കാം എങ്ങനായിട്ട് വരുമെന്ന്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? ഇത് വെള്ളം ഒഴിക്കാൻ പാടില്ലപ്പാ. ഒരു ലേസം വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കനും വെള്ളം വിടും. പിന്നെ ഈ ബസല ഉണ്ടല്ലേ, അതിലും വെള്ളം ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവല്ലേ? നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാവും. നോക്കാം ഒരു വെറൈറ്റി ചിക്കൻ. അമ്മേന്റെ സ്പെഷ്യൽ. അതെ ചിക്കനും ഇത് ബസലനും വെള്ളം വിട്ടിട്ടുണ്ട്. ഒരു 2 വിസിൽ മൂടി വെച്ചിട്ട് ആക്കുമ്പോഴേക്ക് ഉഷാറായിട്ട് ആവും. ഇത് നോക്കാം.
2 വിസിലായല്ലേ സൂപ്പറായിട്ട് വെന്തിട്ട് നല്ല മണം വരുന്നുണ്ട്. അതെ അതെ. ആ ഇപ്പൊ നോക്കുപ്പാ അത്ര വെള്ളം അമ്മന്റെ ബസലക്കറി റെഡിയായിന്. ചപ്പെല്ലാം കണ്ട വെന്ത് അടഞ്ഞിട്ട് നല്ല ഉണ്ടാവും. വെന്തിട്ട് അത്ര വെള്ളം വിട്ടുന്ന്. അപ്പൊ അമ്മക്ക് താങ്ക് യു. കൊറേ ദിവസമായി അമ്മന്റെ കൈ രുചി തിന്നാണ്ട്. നല്ല പാങ്ങുണ്ടാവും. നമുക്ക് തിന്നുമ്പോ കാണാം. അപ്പൊ നമുക്ക് കുട്ടികളുടെ കൂടെ കൂടിയിട്ട് എല്ലാ സന്തോഷത്തിലും ഒരു ചോറ് വയ്ക്കാം. കൊറേ ദിവസമായി ഇങ്ങനെ അമ്മന്റെ കൂടെ ഇരിക്കാണ്ട്. അപ്പൊ ഇന്ന് ഇത് സ്പെഷ്യൽ അമ്മന്റെ ബസല ചിക്കൻ. പിന്നെ അച്ചാറുണ്ട്. ഇത് ഇന്നലത്തെ ഒരു ഇച്ചിരി കറി ഉണ്ട്. ഇത് മുളക്കാമ്പു പുയിങ്ങലരി ചോറും. ഇത് ഇന്നത്തെ മെയിന് ഹീറോ അമ്മന്റെ. അമ്മ സൂപ്പറായിട്ട് കറി ഉണ്ടാവും മക്കള്. ഇതൊരു കാറ്റ് കൊടുക്കാ പറഞ്ഞിട്ടുണ്ടായി. ഇന്ന് അങ്ങനെ ആക്കാനായി. വീട്ടിലുള്ള കാണാനും പാങ്ങുണ്ട്. നമ്മൾ ടേസ്റ്റ് നോക്കിയേ ഭയങ്കരമായിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കിയേ. നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഒരു ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ചോറുണ്ണ അച്ഛമ്മന്റെ ഡിഷ് എപ്പവും സൂപ്പർ തന്നെ. ചോറുണ്ണി അതെന്താ മുളക്കാൻ പാരെടുക്കത്തെ? എന്നമ്മ ഇന്നലെ ധന്യാക്കിയത്. ധന്യ ഇല്ല, പണിക്ക് പോയിന്. അതെയാ മോളില്ല. അണ്ണാങ്കും അവളെ ആക്കിയത് പാങ്ങുണ്ടാവൂ. ഞാൻ ലേസം എടുത്ത്. കുട്ടികൾക്ക് വേണ്ടേ മുളക്കാമ്പ്? ആർക്കും വേണ്ട. അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഇത് ഏട്ടനും വന്നിന്. ഏട്ടന്റെ മോനുണ്ട്. അമ്മ ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ആക്കിയത്. എങ്ങനെയുണ്ട് ഏട്ടാ? ബസലന്റെ ഇലയെല്ലാം അങ്ങനെ മെൽറ്റ് ആയിട്ട് നല്ല ഉണ്ടല്ലേ? അപ്പോ അമ്മ താങ്ക് യു അമ്മ. അപ്പോ അമ്മ ആക്കിയ സൂപ്പ് തിളച്ചോണ്ടുണ്ട്. ധന്യം പണി വിട്ടിട്ട് വന്ന്. എങ്ങനെയുണ്ട് ഏട്ടാ സൂപ്പ്? കുടിച്ചിനൊക്കെ നല്ല ചൂട് സൂപ്പ്. ആവി പറക്കുണ്ട്. പിന്നെ ഈ മയക്ക് നല്ല തണുപ്പൊക്കെ മട്ടൺ സൂപ്പ്. കറണ്ടും പോയി. അപ്പോഴത്തെ കറണ്ട് പോയി. അമ്മ ആക്കിയ സൂപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി സൂപ്പ് കുടിക്കാൻ ഇഞ്ഞോർത്തനും ജോയിൻ ആയി. എങ്ങനെയുണ്ട് അതിക്ക്? നല്ല ഉണ്ടല്ലോ ഏട്ടാ. അപ്പൊ അമ്മ ആക്കിയ സൂപ്പ് ഈ മയക്കും ഈ തണുപ്പൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുടിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി പറയാം. രണ്ടാം പ്രാവശ്യം. അപ്പൊ അമ്മക്ക് രണ്ട് താങ്ക് യു അമ്മ. ഒന്ന് ബസല ചിക്കനും ഒന്ന് നമ്മളുടെ സൂപ്പും. അടിപൊളി സൂപ്പ്. അപ്പോ ഇന്നത്തെ നമ്മളുടെ വിശേഷം ഇത്ര തന്നെ. അമ്മ രാവിലെ വന്ന് അമ്മന്റെ കയ്യിൽ 2 ഡിഷാക്കി. നല്ല വെറൈറ്റി ആയിട്ടുണ്ടായി. പാങ്ങും ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിൽ അമ്മനെ കൂട്ടിയിട്ട് പോയിട്ട് വിട്ടോണ്ട്. അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.